മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഫാഷൻ ലോകത്ത് ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ പരീക്ഷിക്കുന്ന ഒന്നാണ് മുടിക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകി നടത്തുന്ന മേക്ക് ഓവറുകൾ. എന്നാൽ ബാഹ്യമായ ഈ ഭംഗിക്ക് പിന്നിൽ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക വ്യവസ്ഥയെ സാവധാനം തകർക്കുന്ന മാരകമായ രാസവസ്തുക്കളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഹെയർ ഡൈകളിൽ അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, പാരഫിനിൽ ലിൻഡൈമിൻ അഥവാ PPD തുടങ്ങിയ കഠിനമായ രാസ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവ മുടിയിലെ സ്വാഭാവിക എണ്ണമയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും കാലക്രമേണ മുടിയെ വരണ്ടതാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിലുപരിയായി തലയോട്ടിയിലെ സുഷിരങ്ങളിലൂടെ ഈ കെമിക്കലുകൾ ശരീരത്തിനുള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള വഴി തുറക്കലാണ്. സ്ഥിരമായി ഇത്തരം കെമിക്കലുകൾ തലയിൽ തേച്ചു പിടിപ്പിക്കുന്നത് തലയോട്ടിയിൽ കഠിനമായ ചൊറിച്ചിലും ശക്തമായ അലർജി പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്നു. PPD പോലുള്ള ചേരുവകൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയും തലയോട്ടിയിൽ നീർവീക്കവും വേദനയോടുകൂടിയ കുമിളകളും ഉണ്ടാവുകയും ചെയ്യും. മുടിയുടെ പ്രോട്ടീൻ ഘടനയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ബ്ലീച്ചിങ് പ്രക്രിയകൾ തലമുടിയുടെ അറ്റം പിളരുന്നതിനും അമിതമായ മുടി കൊഴിച്ചിലിനും ഇടയാക്കുന്നുണ്ട്. തലയോട്ടിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ തെറ്റുന്നതോടെ മുടിയുടെ സാന്ദ്രത ഗണ്യമായി കുറയുകയും മുടി ജീവനറ്റതുപോലെ ആവുകയും ചെയ്യുന്നു. ബാഹ്യമായ ഈ പ്രശ്നങ്ങൾക്കപ്പുറം ഈ രാസവസ്തുക്കൾ ആവർത്തിച്ച് ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ശരീരത്തിന്റെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പല പഠനങ്ങളും സൂചിക്കുന്നത് ഹെയർ ഡൈകളിൽ അടങ്ങിയിരിക്കുന്ന ചില അർബുദജന്യ സംയുക്തങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ മൂത്രസഞ്ചി, സ്തനങ്ങൾ എന്നിവിടങ്ങളിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ്. ഡൈ ചർമ്മത്തിൽ ദീർഘനേരം വയ്ക്കുന്നത് പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്കും ചർമ്മം പൊള്ളുന്നതിനും കാരണമാകാറുണ്ട്. ഈ രാസവസ്തുക്കൾ ശരീരത്തിലെ കോശങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ആന്തരിക ഊർജ്ജ നിലയെയും പ്രതിരോധ ശേഷിയെയും സാവധാനം ക്ഷയിപ്പിക്കുന്നു. അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച ചില വാർത്തകളിൽ ഹെയർ ഡൈയുടെ അമിത ഉപയോഗം കരൾ രോഗത്തിന് കാരണമായതായി സൂചനകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നേരിട്ട് കരൾ തകരാറാകുന്നെന്നത് ഇതുവരെ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പുകവലി പോലുള്ള മോശം ശീലങ്ങളിൽ ഉള്ള ഒരു വ്യക്തി ഇത്തരം കഠിനമായ കെമിക്കലുകളുമായി നിരന്തരം സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരത്തിൽ ഒരു സഞ്ചിത വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാൻ പ്രധാന അവയവമായ കരൾ അമിതമായി അധ്വാനിക്കേണ്ടി വരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെയും ആയുസ്സിനെയും പ്രതികൂലമായി ബാധിക്കും. ഈ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പൂർണ്ണമായും പ്രകൃതിദത്തമായ ഇലക്കൂട്ടുകളും അമോണിയ രഹിതമായ ഹെർബൽ ഡൈകളും മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മുടി കളർ ചെയ്യുന്നതിന്റെ ഇടവേളകൾ പരമാവധി വർദ്ധിപ്പിക്കുകയും വല്ലപ്പോഴും മാത്രം ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരുകയും ചെയ്യുക. പുതിയ ഏതൊരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് മുൻപും കയ്യിലോ ചെവിക്ക് പിന്നിലോ അല്പം പുരട്ടി ഒരു പാച്ച് ടെസ്റ്റ് നടത്തി അലർജി സാധ്യതകൾ മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും മാരകമായ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഈ അറിവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക.